So now it's time for നമ്മുടെ കിട്ടുണ്ണിയേട്ടൻസ് എൻട്രി. ഇത്തവണ കിട്ടുണ്ണിയേട്ടൻ വരണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സന്തോഷമില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ഉല്ലാസേട്ടന്റെ ടീമാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ കിട്ടുണ്ണിയേട്ടൻ എന്താ പറയാ വൈറൽ വേൾഡ് ഫേമസ് എന്നൊക്കെ പറഞ്ഞ പോലെ എപ്പിസോഡിൽ ത്രൂ ഔട്ട് കിട്ടുണ്ണിയേട്ടൻ വേണം എന്നെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 50,000 റുപ്പീസ് ആണ് കഴിഞ്ഞ തവണ ജയിച്ച ടീമിന് കിട്ടിയത്. എപ്പിസോഡ് കഴിയണേക്കാളും മുന്നേ അത് വീതിക്കാൻ വേണ്ടി ഇവിടെ ഇടിയോടിടി. പക്ഷേ ഒരൊറ്റ പൈസ തന്നിട്ടില്ല. ഇല്ലേ? അല്ല, അപ്പുറത്ത് ഞങ്ങൾക്ക് കടം തരുമോ പൈസ? ആലോചിക്കാം. അപ്പൊ ഇത്തവണ കിട്ടുണ്ണിയേട്ടൻ എന്ത് ഗിഫ്റ്റാ കൊണ്ടുവരണേന്നുള്ളത് നമുക്ക് നോക്കാം. 1 lakh ആയിരിക്കോ? കിട്ടുന്നേട്ടാ വരുമ്പോ കുറച്ച് ഗുളിക കൂടെ കൊണ്ടുപോകും കിട്ടുന്നേട്ടാ. അപ്പൊ എന്താ വിളിച്ചാലോ? സ്നേഹത്തില് നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് കിട്ടുണ്ണിയേട്ടാ കാമധേനുവിന്റെ ഫലം. കിട്ടുണ്ണിയേട്ടനെ ഇവിടെ വരുമ്പോ ഊതിക്കുന്ന മിഷ്യൻ വെച്ച് ഊതിച്ചു നോക്കണം. ആടി വരേണ് എവിടെയെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട്. കുറച്ച് കളിക്ക. വെൽക്കം ഇവിടെ ഇരിക്കും. അല്ല, സംഭവം അറിയാം, ഇത് ഇവർക്ക് അർഹതയല്ല, അതുകൊണ്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അല്ലല്ല, പുള്ളി കഴിഞ്ഞവണ അത്രയും സെലിബ്രിറ്റി ആയതുകൊണ്ട് ബിനീഷ് ബാസ്റ്റിന്റെ ആരെങ്കിലും ആണോ എന്നൊരു ഡൗട്ട്. ക്ലോസ് കിട്ടാൻ അതുകൊണ്ട് ചിലപ്പോ പോകാൻ സാധ്യതയുണ്ട്. കിട്ടുണ്ണിയേട്ടാ വരുന്നുണ്ടോ? ഒരു പാട്ടോടെ താഴെ തിരിച്ചു മക്കളെ. ലാൻഡ് ചെയ്തിട്ടുണ്ട്. എടോ മനുഷ്യ, കുറച്ച് ജാട കൂടുന്നുണ്ടല്ലേ? എത്ര വിളിച്ചു? എന്തായാലും മുഖമൊക്കെ തുടുക്കുന്നു. കിട്ടുണ്ണിയേട്ടാ എന്താ അപ്പൊ ജയിച്ച ടീമിനെ കൊടുത്തിട്ടുള്ളേ? ഞാൻ നോക്കട്ടെ. നോക്ക. അയ്യോ, ഇത് 1 lakh ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. വെയിറ്റ് വൈസ് നോക്കുമ്പോ 50 ഉള്ളൂ. എണ്ണറിയാൻ പോലെ ഞാൻ ഇത്തരാം. നോക്കട്ടെ, നമ്മളോട് കളിച്ച് ജയിച്ചേ. കിട്ടുണ്ണിയേട്ടൻ ഇതാ ഗിഫ്റ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. 50,000 രൂപ തന്നെയാണ് ഇന്നും എത്തിയിട്ടുള്ളത്. അപ്പൊ 50-50 ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. 50,000. നാളെ ഗിഫ്റ്റ് ഒന്ന് മാറ്റി പിടിക്കണം. ഓക്കെ, മുറുക്കാനോ ഇവിടെ വേണ്ട സാധനം, തൈലോ കുറച്ച് ഗുളികകൾ ഇങ്ങനെ കൊണ്ടുവന്നോളാം. കിട്ടുണ്ണിയേട്ടാ അപ്പൊ നാളെ കാണാം ഗിഫ്റ്റുമായിട്ട്. അപ്പൊ ഗുഡ് നൈറ്റ്, സീ യു. കിട്ടുണ്ണിയേട്ടാ പൊക്കോട്ടെ അല്ലേ? ഓക്കെ കിട്ടുണ്ണിയേട്ടാ, ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. കാമധേനുവിന്റെ ഫലം. അപ്പോ ഇനി പണിഷ്മെന്റ്സ്, സ്വീറ്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ലിറ്റിൽ സർപ്രൈസസ് പണിഷ്മെന്റ്സ് ആയിട്ട് പോരട്ടെ. സൂപ്പർ ഹാപ്പി ആയിട്ട് നമ്മുടെ ഓഡിയൻസ് ഉണ്ട് എന്തൊക്കെയാണ് വെറൈറ്റി ടാസ്ക്സ് എന്ന് അറിയാൻ. ശരിയല്ലേ? ഓക്കെ മിസ്റ്റർ ബിനീഷ് ബാസ്റ്റൻ, ഒരു സെക്കൻഡ്. ഏറ്റവും ആദ്യം ഞാൻ എല്ലാം ഒന്ന് അൺവീൽ ചെയ്തോട്ടെ. റെഡി? നിങ്ങൾക്ക് ഈ ടാസ്ക് ആദ്യത്തെ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്ക് ഇത് മതിയോ? ഇനി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് മതിയോ? അതല്ലെങ്കിൽ നമുക്ക് ഇതെടുത്താലോ? അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ അടിപൊളിയായിരിക്കും. അരെ വാ വാ വാ, എന്താ ഇത് സൂപ്പർ അല്ലേ? ഒന്ന് നോക്കാമോ? അപ്പോ ഐദർ നമ്മുടെ ഉല്ലാസേട്ടൻ ഓർ ബിനീഷ് ബാസ്റ്റൻ ആര് വരുന്നു തൊടുന്നു. ഉല്ലാസേട്ടൻ തൊടുന്നതനുസരിച്ചിട്ടിരിക്കും ഇവർക്ക് ഏത് കിട്ടും എന്നുള്ളത്. ശിക്ഷ ഏറ്റുവാങ്ങാൻ റെഡിയാണോ? അപ്പൊ ഞാൻ തൊടട്ടെ? ഓക്കേ. തൊട്ടില്ല. ഇതായ കുഴപ്പമുണ്ടോ? എന്തിന് അത്ര ഒന്നും വേണ്ടല്ലേ? അതിലെന്തോ കുഴപ്പമുണ്ട്. അപ്പൊ ഇതാക്കാം. അത് വലിയ സ്ഥലമില്ല. വേണ്ട, ഇതായാലോ? ഏതേലും പിടിക്കും. അല്ല, ഇത് രണ്ടുകൂടെ ആയാലോ? രണ്ടുകൂടി ആകുമ്പോ പാടുപെടേണ്ടി വരും. ഏതാ? ഏതാ ഫൈനൽ ചെയ്തോളൂ. ഇതായ കുഴപ്പമുണ്ടോ? എന്നാ ഇത് മതി.